സോ വെൽക്കം ബാക്ക് ടു എ ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഡിസൈൻ എഞ്ചിനീയറിംഗിലെ മൊഡ്യൂൾ 5 ലാസ്റ്റ് ടോപ്പിക് വന്ന് എൻവിറോൺമെൻറ്റ് ഇൻ ഡിസൈൻ എഞ്ചിനീയറിംഗ്. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ എക്സ്പെൻഡിച്ചർ ആൻഡ് എക്കണോമിക് ബേസ്, അതിൻ്റെ എൻവോൺമെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഈ മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുക. സോ അതിൻ്റെ മെയിൻലി നമ്മൾ നോക്കുന്ന എക്സ്പെൻഡിച്ചേഴ്സ് ആയിരിക്കും. എക്സ്പെൻഡൻസി, ആ ഒരു പ്രോഡക്റ്റിന് എന്ത് കോസ്റ്റ് വരും, എൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളിതിലൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. സോ ഞാനൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രൈബ് ഹൗ ടു എസ്റ്റിമേറ്റ് ദ കോസ്റ്റ് ഓഫ് എ പർട്ടിക്കുലർ ഡിസൈൻ യൂസിങ് ദ ഫോളോയിങ്. നമുക്കിവിടെ എസ്റ്റിമേറ്റ് ദ കോസ്റ്റ് എന്നായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമ്മളിവിടെ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കോസ്റ്റാണ്. ഇവിടെ 2-3 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. എ വെബ്സൈറ്റ്, എ ലേഔട്ട് ഓഫ് എ പ്ലാന്റ്, ആൻഡ് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക് സിസ്റ്റം ഡിവൈസ്, എലവേഷൻ ഓഫ് എ ബിൽഡിംഗ്, എ കാർ. ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത് ഒരു വെബ്സൈറ്റാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. സോ വെബ്സൈറ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ നോക്കാം. ഈ പാട്ടായതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്തായാലും ഒരു ഡിസൈൻ വേണം, വെബ്സൈറ്റിൻ്റെ ഡിസൈൻ വേണം. ഇതാണ് എൻ്റെ വെബ്സൈറ്റിൻ്റെ ഡിസൈൻ. ഓക്കെ, ഞാൻ വെബ്സൈറ്റിൻ്റെ പേര്, അതേപോലെ ചാർട്ട്സ്. ഒരു ഫേസ്ബുക്കൊക്കെ നമ്മൾ വിൻഡോസിൽ തുറക്കുമ്പോൾ നമുക്ക് കാണത്തില്ലേ, ആ ഒരു വെബ്സൈറ്റിൻ്റെ ആ ഒരു ഫിഗർ കൊടുത്താൽ മതി. ഓക്കെ, ഫിഗർ ജസ്റ്റ് മുകളിലുള്ള #, അങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഡിസൈൻ വരയ്ക്കാം. ഇനി നമ്മൾ നോക്കേണ്ടത് എൻ്റെ ലേബർ കോസ്റ്റ്, എംപ്ലോയീസ് സാലറി ഫോർ എ മന്ത്, എൻ്റെ ഡെവലപ്പേഴ്സിൻ്റെ സാലറി, എൻ്റെ കോസ്റ്റാണ്. ഫസ്റ്റ് വൺ ലേബർ കോസ്റ്റ് വന്നിട്ട് നമുക്കിവിടെ വരേണ്ടത് എംപ്ലോയേഴ്സും ഡെവലപ്പേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ഒരു അസ്യൂം ചെയ്യുക, എല്ലാ അസംഷൻസ് ആണ്. ഈ കാൽക്കുലേഷൻസ് ഒന്നും പെർഫെക്റ്റ്ലി ആക്യുറേറ്റ് ഒന്നും അല്ല. സോ നമ്മളെല്ലാ അസ്യൂമേഷനിലും ജസ്റ്റ് അസ്യൂം ചെയ്തൊരു കോസ്റ്റാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഇപ്പോൾ എംപ്ലോയേഴ്സ് 10 ഉണ്ട്, ഡെവലപ്പേഴ്സ് 5 ഉണ്ട്. ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ ആരൊക്കെ വേണം? എംപ്ലോയേഴ്സും വേണം, ഡെവലപ്പേഴ്സും വേണം. സോ എംപ്ലോയീസ് സാലറി വന്നിട്ട് 1000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 10 × 1000 10,000 പെർ ഡേ അവരുടെ 1000 ആണ് വേജ്. അപ്പോൾ എംപ്ലോയീസിൻ്റെ ഒരു സാലറി മൊത്തം 10,000 പെർ ഡേ ആയിരിക്കും. 10 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ 10,000 പെർ ഡേ ആയിരിക്കും നമുക്ക് ചിലവേണ്ടി വരേണ്ടത്. ഡെവലപ്പേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ 5 ഡെവലപ്പേഴ്സ് ഉണ്ട്, അവർക്ക് 30,000 ആണ്. അപ്പോൾ മൊത്തത്തിൽ അവർക്ക് 1,50,000 സാലറി വരുന്നുണ്ട്. ഫോർ എ മന്ത് ഇതൊക്കെ പെർ ഡേ ആണ്. ഓക്കെ, ഡെവലപ്പേഴ്സിൻ്റെ കാര്യത്തിൽ എംപ്ലോയീസിൻ്റെ കാര്യം പറഞ്ഞാൽ പെർ ഡേ ആണ് നമുക്ക് ഇത്ര വരും. ഫോർ മന്ത് എത്രയാവും? അപ്പോൾ നമ്മൾ എംപ്ലോയീസ് ഈ വാല്യൂ ഇൻറ്റു 30 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 3 lakh കിട്ടും അല്ലേ? 3 lakh. ഓക്കെ, അപ്പോൾ 3 lakh ആയിരിക്കും എന്ത്? 3 lakh ആണ് എംപ്ലോയീസിൻ്റെ മന്ത്ലി നമുക്ക് സാലറി കൊടുക്കേണ്ടത്. ഡെവലപ്പേഴ്സ് ആയാലോ 45 lakhs ആവും. സോ ഇങ്ങനെയാണ് കാൽക്കുലേഷൻസ് ചെയ്യുക. ഇപ്പോൾ ഏത് ക്വസ്റ്റ്യൻ, വെബ്സൈറ്റ് ആയാലും കാറിൻ്റെ ആകുമ്പം കാറിൻ്റെ വർക്ക്ഷോപ്പ് മെക്കാനിക്സിന്, പിന്നെ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർക്ക്, പിന്നെ കാറിൻ്റെ എൻജിൻ റിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക്, അങ്ങനത്തെ ഓരോരോ ലേബേഴ്സിൻ്റെ കോസ്റ്റ് കൂടുന്തോറും മന്ത്ലി ആയാലും ഡെയിലി ആയാലും വേജസിൻ്റെ എണ്ണം കൂടും. ജസ്റ്റ് ആ കോസ്റ്റൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതാണ് ഈ എക്സ്പെൻഡിച്ചർ, എക്കണോമിക്സ് ആൻഡ് എൻവോൺമെൻറ്റ് ഇൻ ഡിസൈൻ എഞ്ചിനീയറിംഗ് ടോപ്പിക്സിൽ പറയുന്നത്. സോ ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ കാണിച്ചത്. ഒരു വെബ്സൈറ്റിൻ്റെ ഡിസൈൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു മോഡൽ കൊടുക്കുക, വെബ്സൈറ്റിൻ്റെ ഡിസൈൻ, അതിൽ എത്ര ലേബേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, ആരൊക്കെയായിരിക്കും, എത്ര എണ്ണം ഉണ്ടാവും, അതിൻ്റെ കോസ്റ്റ് ഒരു ഏകദേശം അസ്യൂം ചെയ്തൊരു കാൽക്കുലേഷൻ കാണിക്കുക. ഇതാണ് ഈ മൊഡ്യൂളിൽ മെയിൻലി ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.